ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താന്ന് വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്ത് മോശമല്ലേ. കുഞ്ഞു കുട്ടികളുള്ള എല്ലാ വീടുകളിലും ഇങ്ങനെ ആയിരിക്കും. വരയ്ക്കില്ലെന്ന് പറഞ്ഞാലും അവർക്ക് അതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയത്തില്ല, അവർ വരയ്ക്കും. അപ്പം നമ്മൾ അവരെ വഴക്ക് പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് ഞാൻ ഒരുപാട് സോപ്പ് ഉപയോഗിച്ചും ഷാമ്പു ഉപയോഗിച്ചും അല്ലാതെ ചകിരി വെച്ച് ഉരച്ചും ഒക്കെ നോക്കി ഒരുപാട് വഴികൾ നോക്കിയിട്ടൊന്നും പോയില്ല. അങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. അപ്പൊ ഇത് നല്ലതായിട്ട് ഞാൻ ഒരു ഭിത്തിയിൽ ചെയ്ത് നോക്കി, കംപ്ലീറ്റ് ആയിട്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ പോലെ ഇതുമായിട്ട് സഫർ ചെയ്യുന്ന ഒരുപാട് അമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വലിയ അധിക ചെലവൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ട്രൈ ചെയ്യാം. നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം എടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഇതിപ്പോ ഹാൻഡ് വാഷ് ആണ്, നിങ്ങൾക്ക് ഡിഷ് വാഷോ എന്ത് വേണേലും യൂസ് ചെയ്യാം. അപ്പൊ ഇത് കുറച്ച് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഈ ബേക്കിംഗ് സോഡ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു 30 രൂപ നമ്മുടെ വീട് ക്ലീൻ ആയി കിട്ടും. അപ്പൊ ഇത് നമുക്ക് കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ഇതേ ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള ബേക്കിംഗ് സോഡ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം ഈ ബേക്കിംഗ് സോഡ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ലിക്വിഡുമായിട്ട് നല്ലതായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം. അപ്പൊ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ കുപ്പിയിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി കുപ്പി ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നോർമൽ നമ്മളെ പാത്രം കഴുകുന്ന സ്പഞ്ച് പോലത്തെ സാധനം വെച്ച് മുക്കി ഡയറക്റ്റ് തൂക്കാനുണ്ട്. ഇപ്പൊ ഞാൻ കുപ്പി ഉള്ളത് കൊണ്ട് കുപ്പിയിലോട്ട് മാറ്റി സ്പ്രേ ചെയ്ത് ആക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. ഇത് നമുക്ക് കളിക്കാം. അപ്പൊ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്തിട്ട്, ഇത് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറാണ് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഉരച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്നെ ഫുള്ളായിട്ടും പോയി കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഫുള്ളും പോകുകയാണ്. മാഞ്ഞ് വരുന്നുണ്ട്. ഫുള്ളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതാക്കുക. ഇനിയിപ്പോൾ നമ്മൾ കുട്ടികളെ വഴക്കൊന്നും പറയേണ്ട കാര്യമില്ല. അവർ അവരുടെ പ്രായത്തിൻ്റെയാണ്, അവർ വരച്ചോട്ടെ. നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മുടെ ഭിത്തിയൊക്കെ ക്ലീൻ ആക്കി എടുക്കാമല്ലോ. റീപെയിൻറ്റിങ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സാധിക്കാത്തൊരു കാര്യം. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ ഉണ്ടാകും. നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വീട് സൂപ്പറായിട്ട് വെക്കാം. അവർക്ക് അവരുടെ ഒരു എൻജോയ്മെൻറ്റും ആകും. അപ്പം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടത് ഫുൾ ഇങ്ങനെ ലാസ്റ്റ് വരുമ്പോഴത്തേനും ഫുൾ ഭിത്തി ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ഒരു ടിപ്പാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, സ്ക്രബ് ചെയ്ത് ഇവിടുത്തെ പാടുകളെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ ഈ ബേക്കിംഗ് സോഡയുടെ മിക്സ് ഒന്ന് തുടച്ചെടുക്കണം, എന്നിട്ട് ക്ലീൻ ചെയ്യാം. ഒരു അഴുക്ക് തോർത്ത് ഞാൻ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് തുടച്ചെടുക്കാം. ഇവിടെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ആ ക്രയോൺസിന്റെ പാട് മാത്രമല്ല, നമ്മുടെ ഭിത്തിയിലൊക്കെ ചെറിയ കരിമ്പ് പോലത്തെ പാടും ഒക്കെ വരുമല്ലോ, അതെല്ലാം നല്ലതായിട്ട് പോയിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുക്കാം. നോക്കട്ടെ, വേണ്ട, ക്രയോൺസിന്റെ പാടെല്ലാം നല്ലതായിട്ട് പോയിട്ടുണ്ട്. ചെറിയൊരു പാട് പോലും ഇല്ലാതെ ഫുള്ളും പോയിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് വലിയ ചെലവൊന്നും ഇല്ലാതെ നമ്മുടെ ഭിത്തിയൊക്കെ നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം കണ്ട ഭിത്തിയാണോ ഇതല്ലല്ലോ, നല്ല ക്ലീൻ ആയിട്ടില്ലേ. അപ്പൊ ഇനി നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ധൈര്യമായിട്ട് വരച്ചോട്ടെ. നമുക്ക് വലിയ ചിലവൊന്നുമില്ല, ഒരു 10-50 രൂപയുടെ ചിലവേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഭിത്തിയൊക്കെ നല്ല അടിപൊളി ക്ലീൻ ആക്കി വെക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ട്, ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കയറി നോക്കുക. എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക നമ്മളെ. അപ്പൊ ഇനി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ടുള്ള ലോങ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.